ഒരാളോട് പറയാം. ഞാൻ കാത്തിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഷാഫിക്കയുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അത് ബീച്ചേട്ടൻ നായകനാവുന്നൊരു സിനിമയും കൂടെ ആയപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഒരുപാടില്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷം ആണ് പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വരുന്നത്. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ ക്യാരക്ടർ, ഈ അധ്യാപകൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഒരു നല്ല ഭാഗമാകുക എന്നതിലുപരി അവരോടൊപ്പം കുറച്ച് നേരം കൂടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മെയിൻ കാരണം ഈ ഷാഫിക്കയുടെ ഈ ലൊക്കേഷനുള്ളൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്, തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷാഫിക്ക വന്ന ഒരു ഫാമിലി എടുത്താൽ തന്നെ അറിയാം ഒരു ബ്ലഡിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ സിദ്ദിഖയാണെങ്കിലും അതുപോലെ റാഫിക്കയാണെങ്കിലും ഒക്കെ ഇവരെല്ലാം ഒരു ഫാമിലിയാണല്ലോ. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഷാഫിക്കയുടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം സിദ്ദിഖ ഷാഫിക്കയുടെ ഗുരുവാണ്, അതുപോലെ തന്നെ അടുത്ത ബന്ധുവാണ്. റാഫിക്കയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു ദിവസം തന്നെ സിദ്ദിഖയുടെയും റാഫിക്കയുടെയും 2 സിനിമകൾ റിലീസ് ചെയ്താൽ ഷാഫിക്ക ആദ്യം കാണുന്നത് ഏത് സിനിമയായിരിക്കും? ചോദ്യം കൊള്ളാം, നല്ല കുടുംബകലം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതന്നെ ഷാജോൻ ചോദിച്ച പോയിൻ്റൊക്കെ നല്ല. പക്ഷെ ഞങ്ങൾ ഇപ്പം ഞാൻ സിദ്ദിഖിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, അവർ സിദ്ദിഖിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, റാഫി മെക്കാർട്ടിൻ്റെ അസിസ്റ്റൻ്റ്. ഇവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരും ബന്ധുക്കൾ മാത്രമല്ല ഗുരുനാഥന്മാരും കൂടിയാണ്. ഞങ്ങൾ ഒരിക്കലും ഓപ്പോസിറ്റ് പടം ഇറക്കാറില്ല, ഇറക്കുകയില്ല. വളരെ ശ്രദ്ധിച്ചു. ഇപ്പം എൻ്റെ ഒരു പടം ഞാൻ 2 പ്രാവശ്യം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞത് അന്ന് സിദ്ദിഖിൻ്റെ പടം ഞാൻ പറഞ്ഞു, ഞാൻ വിഷുവിനാന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞു, എടാ ഞാൻ വിഷു വെച്ചേക്കണത്, അപ്പോൾ ഞാൻ ഓണം വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അണ്ണനെ വിളിച്ചിരിക്കും, ഞാൻ അറിയാം എവിടെ നിന്നെങ്കിലും ഇത് ഓണത്തിലേക്ക് മാറിയെന്ന്. അപ്പോൾ ഞാൻ വിളിച്ചത് ഇത് ഓണത്തിലേക്ക് മാറിയാ, അതേടാ ഒരു ഇത്തിരി നീണ്ടോ. അപ്പം ഞാൻ ക്രിസ്മസിലേക്ക് അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് പലപ്പോഴും. തിരിച്ചും അവരും മാറ്റാറുണ്ട്. കാരണം അത് ഒരിക്കലും ആരോഗ്യകരമല്ല. ഈ ഓപ്പോസിഷൻ വരുമ്പോൾ 2 പടങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം മമ്മൂക്ക പറയാറുണ്ട്, ഇപ്പം നമ്മളിപ്പോൾ ഈ പടത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്യണു, അടുത്തത് നിങ്ങളുടെ പടം എൻ്റെ പടം ഒന്നിച്ച് വന്നാൽ നിങ്ങൾ എൻ്റെ ഓപ്പോസിഷനാണ്. സിനിമയിൽ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഫാമിലിയിലുള്ള ആളുകളെങ്കിലും ഓപ്പോസിഷൻ പടങ്ങൾ ഇറക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഷാജോൻ്റെ ആഗ്രഹം അടുത്തൊന്നും സഫലമാകാൻ പോകുന്നില്ല.